നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. വെൽക്കം ടു ഹൈഡ്രോമാക് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബെയറിങ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ബെയറിംഗ് എന്താണ്, ബെയറിങ്സ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ പലരും അറിവുള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബെയറിങ്സിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള തിയറിറ്റിക്കൽ വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ബെയറിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു റോളിംഗ് മോഷൻ, ബെയറിങ്ങിൻ്റെ ഒരു റോളിംഗ് മോഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ പരമാവധി കുറച്ചുകൊണ്ട് മെഷീനറിയുടെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസിൻ്റെ മൂവ്മെൻറ്റ്സിനെ നമുക്ക് എത്രയും ഈസി ആക്കാൻ പറ്റും. അപ്പോൾ അതിനുമായിട്ടാണ് നമ്മൾ ബെയറിങ്സ് സാധാരണയായിട്ട് ഇൻഡസ്ട്രിയൽ ഫീൽഡിലാണെങ്കിലും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആ ഒരു ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റോളിംഗ് മോഷൻ ഉപയോഗിച്ചിട്ട് രണ്ട് മൂവിങ് കമ്പോണൻസ് തമ്മിലുള്ള ഫ്രിക്ഷനെ പരമാവധി കുറച്ചുകൊണ്ട് അതിൻ്റെ ഓപ്പറേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെയറിംഗ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് ബെയറിങ്ങിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോഡ് ട്രാൻസ്മിറ്റിംഗ് അല്ലെങ്കിൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ. അതാണ് ബെയറിങ്ങിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ. അതായത് ഒരു ഷാഫ്റ്റിലൊരു ബെയറിംഗ് ഉണ്ടെങ്കിൽ അതിൽ രണ്ട് ടൈപ്പ് ലോഡ് ആക്ട് ചെയ്യും. ഒന്നാമത് റേഡിയൽ ലോഡ് ആക്ട് ചെയ്യും, രണ്ടാമത്തേത് ആക്സിൽ ലോഡ് ആക്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ലോഡിനെയും ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ലോഡ് രണ്ടിനെയും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെയറിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ബെയറിങ്സിനെ 6 തരംതിരിക്കാം. മെയിൻലി 6 ടൈപ്പ് ബെയറിങ്സ് ആണ് നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് പ്ലെയിൻ ബെയറിങ് അല്ലെങ്കിൽ ബുഷിങ് എന്ന് പറയും. രണ്ടാമത്തേത് റോളർ ബെയറിങ് അല്ലെങ്കിൽ റോളിംഗ് ബെയറിങ് എന്ന് പറയും. 2 പേരുകളുണ്ട്. പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് ഡ്യുവൽ ബെയറിങ് ആണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നാലാമത്തേതെന്ന് പറയുന്നത് മാഗ്നറ്റിക് ബെയറിങ് ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് പറയാം. അഞ്ചാമത്തെ ബെയറിങ്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ബെയറിങ്സ് ആണ്. ആറാമത്തേന്ന് പറയുന്നത് ഫ്ലക്ചർ ബെയറിങ്സ് ആണ്. അപ്പോൾ ഇതെന്തൊക്കെയാണ്, ഇതാണ് എൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഇത് ഓരോ ബെയറിങ്സും എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്, എവിടൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ മാനുഫാക്ചറിങ് മെറ്റീരിയൽ എന്താണ്, അപ്പം എത്ര ഹീറ്റ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ ഇങ്ങനെയുള്ളതിൻ്റെ പ്രോപ്പർട്ടീസ്, അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനായിട്ട് ഒരു ഡിസ്പ്ലേ കാണിച്ചിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് പ്ലെയിൻ ബെയറിങ്സ് അല്ലെങ്കിൽ ബുഷിങ് എന്ന് പറയും. അപ്പോൾ സാധാരണയായിട്ട് ഇത്തരം ബെയറിങ്സിന് നമുക്ക് റോളിംഗ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഒരു മെഷീനറിയുടെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലൈഡിങ് ആയിട്ടുള്ള ഷാഫ്റ്റുകളിലാണ് ജനറലി നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മാനുഫാക്ചറിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ബ്രോൺസ് അല്ലെങ്കിൽ കാസ്റ്റ് അയൺ, അതുപോലെ ബൈ മെറ്റീരിയൽസ് എന്നിങ്ങനെയുള്ള മെറ്റീരിയൽസാണ് സാധാരണയായിട്ട് നമ്മളിത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് റോളർ ബെയറിങ്സ് ആണ്. അപ്പോൾ ഈ റോളർ ബെയറിങ്സിൻ്റെ വകഭേദങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ടുള്ളത് നീഡിൽ ബെയറിംഗ് ആണ്, അല്ലെങ്കിൽ നീഡിൽ റോളർ ബെയറിംഗ് എന്ന് ഇതിന് പറയാറുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഒരു കനം കുറഞ്ഞ നീളമുള്ള ഒരു സിലിണ്ട്രിക്കൽ റോളറായിരിക്കും ഇതിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നീഡിൽ പോലെ നമുക്ക് തോന്നിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നീഡിൽ ബെയറിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രോമിയം സ്റ്റീൽ കൊണ്ടാണ്. അപ്പോൾ അടുത്ത ബെയറിംഗ് എന്ന് പറയുന്നത് ടേപ്പർ റോളർ ബെയറിംഗ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് ബെയറിങ്ങുകൾക്ക് സാധാരണയായിട്ട് ആക്സിൽ ലോഡ് അതേപോലെ റേഡിയൽ ലോഡും സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈ കാർബൺ ക്രോമിയം സ്റ്റീൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷനിലാണ് സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് വീൽ ബെയറിങ്ങിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് സിലിണ്ട്രിക്കൽ റോളർ ബെയറിങ്ങുകളാണ്. അപ്പോൾ നമ്മൾ ബോൾ ബെയറിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരം ബെയറിങ്ങുകൾ നമ്മൾ സാധാരണയായിട്ട് ഹയർ റേഡിയൽ ലോഡ് കപ്പാസിറ്റി ഇതിനുണ്ടായിരിക്കും. അപ്പം ഇതിൽ നമ്മൾ റോളിംഗ് എലമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന സിലിണ്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ റേഡിയൽ ലോഡ് ഹെവി ആയിട്ട് വേണ്ട എല്ലാ ആപ്ലിക്കേഷനിലും നമ്മൾ ഈ ടൈപ്പ് ബെയറിങ്സ് ഉപയോഗിക്കാറുണ്ട്. അടുത്തതായിട്ട് സ്പെറിക്കൽ റോളർ ബെയറിങ്ങുകളാണ്. അപ്പം സാധാരണയായിട്ട് ഈ ടൈപ്പ് ബെയറിങ്സുകൾ എന്ന് പറയുന്നത് ലോ ഫ്രിക്ഷൻ അതേപോലെ തന്നെ ആംഗുലാർ മിസ്അലൈൻമെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെർമിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈനാണ് ഈ ടൈപ്പ് ബെയറിങ്സിനുള്ളത്. അപ്പം ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈ കാർബൺ ക്രോമിയം സ്റ്റീലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഹെവി ലോഡ് റിക്വയർമെൻ്റ് ഉള്ള ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിലും നമ്മൾ ഈ ടൈപ്പ് ബെയറിങ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അടുത്തത് ബോൾ ബെയറിംഗ് ആണ്. അപ്പോൾ ബോൾ ബെയറിംഗ് നമുക്കറിയാം, നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു റോളിംഗ് ടൈപ്പ് ബെയറിംഗ് ആണ് ഈ ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഇന്നർ ആൻഡ് ഔട്ടർ റേസ് ഉണ്ടായിരിക്കും. റേസ് എന്ന് പറയുന്നത് ഈ ബോൾ മൂവ് ചെയ്യാനുള്ള ആ ഒരു പാത്തിനെയാണ് റേസ് വേ അല്ലെങ്കിൽ റേസ് എന്ന് പറയും. അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ഹബ്ബിൽ അതുപോലെ ഷാഫ്റ്റിലൊക്കെയാണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നത്.
അപ്പോൾ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഡ്യുവൽ ബെയറിങ്ങുകളാണ്. അപ്പം ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു പ്ലെയിൻ ടൈപ്പ് ബെയറിംഗ് ആണ്. അപ്പം നമ്മൾ സാധാരണയായിട്ട് പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സിലാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലോ ഫ്രിക്ഷൻ, അതേപോലെ ഡയമെൻഷണൽ ആക്യുറസി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്കൽ വാച്ചസ്, അപ്പോൾ അതേപോലെ തന്നെയുള്ള ആപ്ലിക്കേഷനിലാണ് നമ്മൾ സാധാരണയായിട്ട് ഇത്തരം ബെയറിങ്ങുകൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബെയറിങ്ങുകളാണ്. അപ്പോൾ ആ പിക്ചറിൽ എഴുതിയിട്ടുണ്ട് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ബെയറിങ്സ്. അപ്പോൾ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാഗ്നറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതായത് സെയിം പോളുകൾ തമ്മിൽ റിപ്പല് ചെയ്യും, ഓപ്പോസിറ്റ് പോളുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ടൈപ്പ് ബെയറിങ്സുകൾ വർക്ക് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടർബൈന്, പമ്പ്, മോട്ടർ, ജെൻസെറ്റ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ബെയറിങ്സ് ആണ്. സാധാരണയായിട്ട് 2 ടൈപ്പ് ഫ്ലൂയിഡ് ബെയറിങ്സ് ആണ് ഉള്ളത്. ഒന്ന് ഫ്ലൂയിഡ് ഡൈനാമിക് ബെയറിംഗ് അല്ലെങ്കിൽ ഹൈഡ്രോഡൈനാമിക് ബെയറിംഗ്, രണ്ടാമത്തേത് ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിംഗ് എന്നും പറയും. അപ്പോൾ ഈ ഹൈഡ്രോഡൈനാമിക് ബെയറിങ്ങിൽ നമ്മൾ ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് ഓയിലിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ബെയറിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണലി പ്രഷറൈസ് ചെയ്തിട്ടുള്ളൊരു ഫ്ലൂയിഡ് ടൈപ്പ് ബെയറിങ്സ് ആണ് ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫ്ലെക്ചർ ബെയറിങ്ങുകളാണ്. അപ്പോൾ ഒരു ലോഡ് എലമെൻറ്റിനെ ബെൻഡ് ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ഈ ടൈപ്പ് ബെയറിങ്സിനുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഹിഞ്ചസ്, നമ്മുടെ മലയാളത്തിൽ വിജാഗിരി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പ് ബെൻഡിങ് മൂവ്മെൻറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഈ ഫ്ലെക്ചർ ബെയറിങ്ങിനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം കൊറോണയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, കൊറോണയൊക്കെ കാരണം പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളുള്ള ഒരു സമയം വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചതാണ്. അതിൻ്റെ മെയിൻ കാരണം അതായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് എൻ്റെ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് എല്ലാവർക്കും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.